ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പാഠഭാഗം ഹെലൻ കെല്ലറുടെ ആത്മകഥയായ എന്റെ ജീവിതകഥ എന്നതിലെ ആദ്യ അധ്യായത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ്. ലോകമെമ്പാടുമുള്ള പ്രമുഖ വ്യക്തികളെ സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്, അരുണിമ സിൻഹ, രവീന്ദ്ര ജെയിൻ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് പാഠം തുടങ്ങുന്നത്. ഈ വ്യക്തികൾ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് വിജയിച്ചവരാണ്. ഹെലൻ കെല്ലറുടെ ബാല്യകാലം വളരെ ലളിതമായിരുന്നു. കുടുംബത്തിലെ ആദ്യത്തെ കുട്ടിയായതുകൊണ്ട് പേരിടുന്നതിനെക്കുറിച്ച് വീട്ടിൽ വലിയ ചർച്ചകൾ നടന്നു. അച്ഛൻ നിർദ്ദേശിച്ച പേര് മിൽഡ്രഡ് ക്യാമ്പൽ എന്നായിരുന്നെങ്കിലും പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ അദ്ദേഹം അതും മറന്നുപോയി. പള്ളിയിലെ മന്ത്രി ചോദിച്ചപ്പോൾ അദ്ദേഹം ഹെലൻ ആഡംസ് എന്ന് പേരു നൽകി. ഹെലൻ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഉത്സാഹവും ആത്മവിശ്വാസവുമുള്ള സ്വഭാവം കാണിച്ചിരുന്നു. 6 മാസം പ്രായമുള്ളപ്പോൾ ഹൗ ഡൈ എന്നും ഒരു ദിവസം ടി എന്നും അവൾ വ്യക്തമായി പറഞ്ഞു. അസുഖം വന്നതിനു ശേഷവും അവൾക്ക് ഓർമ്മയുണ്ടായിരുന്ന ഒരേയൊരു വാക്ക് വെള്ളം എന്നായിരുന്നു. 1 വയസ്സായപ്പോഴാണ് അവൾ നടന്നത്. അമ്മയുടെ മടിയിൽ നിന്ന് തറയിലെ ഇലകളുടെ നിഴലുകൾ കണ്ട് അവൾ എഴുന്നേറ്റ് നടന്നു. എന്നാൽ ഈ സന്തോഷകരമായ ദിവസങ്ങൾ 1 വർഷമേ നീണ്ടുനിന്നുള്ളൂ. ഫെബ്രുവരി മാസത്തിലെ തണുപ്പുകാലത്താണ് അവളെ അസുഖം ബാധിച്ചത്. ഈ രോഗം അവളുടെ കാഴ്ചയും കേൾവിയും എന്നേക്കുമായി നഷ്ടപ്പെടുത്തി. അവൾ രക്ഷപ്പെടില്ലെന്ന് ഡോക്ടർ കരുതി. എന്നാൽ ഒരു ദിവസം രാവിലെ പനി വിട്ടുമാറി. എങ്കിലും അവൾക്കിനി ഒരിക്കലും കാണാനോ കേൾക്കാനോ കഴിയില്ലെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പിന്നീട് ഹെലൻ ആ നിശബ്ദതയ്ക്കും ഇരുട്ടിനും പതിയെ ശീലിച്ചു. അവളുടെ ജീവിതം മാറ്റിമറിച്ചത് ടീച്ചറാണ്. എങ്കിലും ആദ്യത്തെ 19 മാസങ്ങൾ അവൾക്ക് പുറംലോകത്തിന്റെ കാഴ്ചകൾ, അതായത് പച്ചപ്പുള്ള വയലുകൾ, തെളിഞ്ഞ ആകാശം, മരങ്ങൾ, പൂക്കൾ എന്നിവയുടെ എല്ലാം കാഴ്ചകൾ കാണാൻ കഴിഞ്ഞിരുന്നു. പാഠഭാഗത്തിന്റെ മലയാള പരിഭാഷ നോക്കാം. ഹെലൻ കെല്ലറുടെ കഥ ആരംഭിക്കുന്നത് വളരെ ലളിതമായിട്ടാണ്. സാധാരണ ഒരു കുഞ്ഞിന്റെ ജീവിതം പോലെ. ഞാൻ വന്നു, ഞാൻ കണ്ടു, ഞാൻ കീഴടക്കി. വീട്ടിലെ ആദ്യത്തെ കുഞ്ച് എപ്പോഴും അങ്ങനെയാണല്ലോ. എനിക്കിട്ടൊരു പേര് കണ്ടെത്താൻ അന്ന് വീട്ടിൽ വലിയ ചർച്ചകൾ നടന്നു. കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞിനെ എളുപ്പത്തിൽ പേരിടാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും നിർബന്ധമായിരുന്നു. അച്ഛൻ നിർദ്ദേശിച്ച പേര് മിൽഡ്രഡ് ക്യാമ്പൽ എന്നായിരുന്നു. അത് ഞങ്ങളുടെ വലിയ പൂർവികരിൽ ഒരാളുടേതായിരുന്നു. പക്ഷേ എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകാനുള്ള തിരക്കിനിടയിൽ അച്ഛൻ ആ വഴിയിൽ വെച്ച് ആ പേര് മറന്നുപോയി. പള്ളിയിലെ അച്ഛൻ പേര് ചോദിച്ചപ്പോൾ അദ്ദേഹം ഹെലൻ ആഡംസ് എന്ന് പേര് നൽകി. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല ഉത്സാഹവും സ്വന്തം കാര്യങ്ങളിൽ ഒരു ഉറപ്പും ഉണ്ടായിരുന്നു. മറ്റുള്ളവർ ചെയ്യുന്നത് അതുപോലെ അനുകരിക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു. എനിക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ ഹൗ ഡൈ എന്ന് ഞാൻ വിളിച്ചു പറയുമായിരുന്നു. ഒരു ദിവസം ടി എന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത് എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ചു. എനിക്ക് അസുഖം വന്നതിന് ശേഷവും ഈ ആദ്യ മാസങ്ങളിൽ ഞാൻ പഠിച്ച ഒരു വാക്ക് ഓർമ്മയുണ്ടായിരുന്നു. അത് വെള്ളം എന്നതായിരുന്നു. മറ്റെല്ലാ വാക്കുകളും മറന്നെങ്കിലും ഈ വാക്കിനു വേണ്ടി ഞാനൊരു പ്രത്യേക ശബ്ദമുണ്ടാക്കുന്നത് തുടർന്നു. വാ എന്ന ശബ്ദമുണ്ടാക്കുന്നത് ഞാൻ നിർത്തിയത് ആ വാക്ക് അക്ഷരം പറഞ്ഞു പഠിച്ചപ്പോൾ മാത്രമാണ്. 1 വയസ്സ് തികഞ്ഞ ദിവസമാണ് ഞാൻ നടന്നതെന്ന് അവരെന്നോട് പറയാറുണ്ട്. അമ്മ എന്നെ കുളിപ്പിച്ചു മടിയിലിരുത്തിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തറയിൽ സൂര്യവെളിച്ചത്തിൽ ഇലകളുടെ നിഴലുകൾ ഫ്ലിക്കറിംഗ് ചെയ്യുന്നത്, അതായത് മിന്നുന്നതിന്റെ ശ്രദ്ധയിൽ ആകർഷിച്ചു. ഞാൻ അമ്മയുടെ മടിയിൽ നിന്ന് വഴുതിയിറങ്ങി അവയുടെ അടുത്തേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചു. പക്ഷേ ആ ആഗ്രഹം പെട്ടെന്ന് പോയി. ഞാൻ താഴെ വീണ് എന്നെ എടുക്കാൻ വേണ്ടി അമ്മയെ വിളിച്ചു കരഞ്ഞു. ഈ സന്തോഷകരമായ ദിവസങ്ങൾ അധികനാൾ നീണ്ടുനിന്നുള്ളൂ. 1 വർഷം മാത്രം. ഒരു ചെറിയ വസന്തകാലം. അന്ന് റോബിൻ പക്ഷിയും മോക്കിംഗ് ബേർഡ് പക്ഷിയും മനോഹരമായി പാടുമായിരുന്നു. പൂക്കൾ നിറഞ്ഞൊരു വേനൽക്കാലം, ഫലങ്ങൾ നിറഞ്ഞൊരു ശരത്കാലം. ഇതെല്ലാം സംഭവിച്ചത് ഫെബ്രുവരി മാസത്തിൽ തണുപ്പുകാലത്തിന്റെ നടുവിലായിരുന്നു. എന്റെ കണ്ണുകളും കേൾവിയും എന്നേക്കുമായി അടച്ചുപൂട്ടിയ ആ രോഗം എന്നെ ബാധിച്ചു. ഞാൻ ജീവിക്കില്ലെന്ന് ഡോക്ടർ കരുതി. എന്നാൽ ഒരു ദിവസം രാവിലെ പനി വിട്ടുമാറി. അന്നവിടെ കുടുംബത്തിൽ വലിയ സന്തോഷമായിരുന്നു. എങ്കിലും എനിക്കിനി ഒരിക്കലും കാണാനോ കേൾക്കാനോ കഴിയില്ലെന്ന് ഡോക്ടർക്ക് പോലും അറിയില്ലായിരുന്നു. പിന്നീട് ഹെലൻ ആ നിശബ്ദതയ്ക്കും ഇരുട്ടിനും പതിയെ ശീലിച്ചു. ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായും മറന്നുപോയിരുന്നു. എന്റെ ജീവിതത്തിൽ എല്ലാം മാറ്റിമറിച്ചതും എന്റെ മനസ്സിന് സ്വാതന്ത്ര്യം നൽകിയതും എന്റെ ടീച്ചറാണ്. പക്ഷേ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ 19 മാസങ്ങൾ വ്യത്യസ്തമായിരുന്നു. അന്ന് വിശാലമായ പച്ചപ്പുള്ള വയലുകൾ, വെളിച്ചമുള്ള ആകാശം, മരങ്ങൾ, പൂക്കൾ എന്നിവയുടെ എല്ലാം കാഴ്ചകൾ ഞാൻ കണ്ടിരുന്നു. അതിനുശേഷം വന്ന ഇരുട്ടിന് ആ ഓർമ്മകളെ പൂർണ്ണമായും മായ്ച്ചു കളയാൻ കഴിഞ്ഞിട്ടില്ല. ഹെലൻ കെല്ലർ 1980-ൽ USA-യിലെ അലബാമയിൽ ജനിച്ചു. ജനിച്ചതിനുശേഷം 19 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തിരിച്ചറിയാത്തൊരു മസ്തിഷ്ക രോഗം കാരണം അവർക്ക് കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ടു. എങ്കിലും അമേരിക്കയിൽ ബിരുദം നേടുന്ന ആദ്യത്തെ ഭിന്നശേഷിക്കാരിയായി അവർ മാറി.
ഇന്ന് ഹെലൻ കെല്ലർ നിശ്ചയദാർഢ്യം, സഹിഷ്ണുത, പോരാട്ടം എന്നിവയുടെ പ്രതീകമാണ്. അവരുടെ ആത്മകഥയായ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് അവരുടെ പോരാട്ടങ്ങളുടെയും വിജയങ്ങളുടെയും രേഖയാണ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.